സംസ്ഥാനത്തെ രണ്ടാമത്തെ വ്യവസായ മേഖലയായ കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് BMS ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സി ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു. കഞ്ചിക്കോട് JM ഗ്രാൻഡ് മിനി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന BMS പുതുശ്ശേരി പഞ്ചായത്ത് സമ്മേളനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ഇന്ന് താല്പര്യത്തിന് എല്ലാ പഞ്ചായത്തും വിശിഷ്ട പുതുശ്ശേരി 4 or 5 ഹാള് നടക്കാനുള്ള താല്പര്യ പുസ്തകം പുറത്ത് നിന്ന് താല്പര്യ പുസ്തകം നടക്കുന്നുണ്ട്. അത്രയേ നാം പറഞ്ഞിരിക്കും. പക്ഷെ സംഘടനാപരമായി ആ വളർച്ചയിൽ വെച്ചിരിക്കുന്നത് പോകുന്നത് അങ്ങനെ ഒരു കാലാവസ്ഥയിലൂടെ നമ്മൾ പോയാൽ നമുക്ക് പ്രക്ഷോഭം വരുമ്പോ അതല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ സഹപ്രവർത്തകർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സൊന്നുമില്ലാതെയാവുന്നു അന്ന് തുടങ്ങി നമ്മൾ നമുക്കെല്ലാവരും ബോണസുണ്ട്. ഈ വ്യവസായ മേഖലയിൽ BMS അതിശക്തമായി വരുന്ന സമയത്ത് ഒരൊറ്റ കരാറുകൾ ബോണസ് ഒരൊറ്റ കരാറുകൾ ആദ്യമായി കരാറുകൾ ബോണസ് വാങ്ങിച്ചു കൊടുത്തു സംഘമാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ വ്യവസായ മേഖലയിൽ ബോണസ് വാങ്ങിക്കാനുള്ള ഒരൊറ്റ കരാറുകളില്ല. എവിടെയുണ്ടോ ബോണസ് ഒരു കരാറുകൾ വ്യവസായ മേഖല അത്രത്തോളം സംഘടനാപരമായിട്ട് എല്ലാവരും പഴയകാല ഓർമ്മ വളരെ പോരാടി വരുന്നുണ്ട്. മാനേജ്മെന്റും സർക്കാരും തൊഴിലാളി യൂണിയനും ഉൾപ്പെടുന്ന ത്രികക്ഷി സംവിധാനം രൂപീകരിക്കണമെന്നും സംരംഭകരുടെ ആശങ്കകൾ അകറ്റി വ്യവസായ സൗഹൃദമാക്കണമെന്നും കേരളത്തെ വ്യവസായ മേഖലയിൽ മാതൃകാ സംസ്ഥാനമാക്കണമെന്നും ഇതര സംസ്ഥാനത്തേക്ക് വ്യവസായങ്ങൾ പോകുന്ന സാഹചര്യം ഇല്ലാതാക്കി അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. P. രമേശ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി V. രാജേഷ് പങ്കെടുത്ത് സംസാരിച്ചു. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം T. ഷിബുദാസ് ആശംസയും BMS ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം ഭാരവാഹി പ്രഖ്യാപനവും സമാപന പ്രസംഗവും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി R. ഹരിദാസ്, മേഖലാ സെക്രട്ടറി S. സുജു, ഭാരവാഹികളായ S. സുരേഷ് അനന്തൻ, K. മോഹനൻ, M. വീനസ്, K. മുരളി മോഹൻ, മറ്റംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.